So today we are passing on to the next ism, and that ism is known as pragmatism. Now this is viewed as a 20th century philosophy developed by Americans. അതായത് കാലം നമ്മൾ പറഞ്ഞു ഒരു പക്ഷേ സ്പിരിച്വലിസത്തിൽ നിന്ന് മാറി ഇത്രയും കൂടി ആളുകൾ ഭൗതികത എൻജോയ് ചെയ്യാൻ തുടങ്ങി. ദർ കംസ് അനദർ ഇസം, ദാറ്റ് ഈസ് നാച്ചുറലിസം. കാലം പിന്നെയും മുന്നോട്ട് വന്നു. ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ ചില ഇസങ്ങളുണ്ട്, നിങ്ങളുടെ സിലബസിൽ അത് പ്രതിപാദിക്കുന്നില്ല എന്നുള്ളൂ. സോ we are now passing on to the next ism, that is pragmatism. ഇത്രയും കൂടി യങ്ങസ്റ്റ് ഫിലോസഫിയാണെന്ന് പറയാം. അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു ഫിലോസഫിയാണ്, സ്കൂൾ ഓഫ് തോട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ 20th century philosophy. 20ാം നൂറ്റാണ്ടിൻ്റെ ഫിലോസഫിയായിട്ട് അംഗീകരിക്കപ്പെടുന്ന ഒരു ഫിലോസഫിയാണ്. And the term pragmatism, it is derived from the word pragma. Pragma means use or action. അപ്പോൾ ഈ തിയറിയുടെ ഏറ്റവും വലിയ സത്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ്, യൂസ് അല്ലെങ്കിൽ ആക്ഷൻ. എന്തിനേയും നമ്മൾ നിർവചിക്കുന്നത് അതിൻ്റെ യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ നോക്കിയിട്ടാണ്. സോ ദ ഐഡിയോളജി ഗീവ്സ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ടു 3 things. One is activity, second thing is practicability, and third thing is utility. 3 കാര്യങ്ങൾക്കാണ് ഈ സ്കൂൾ ഓഫ് തോട്ട് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ആക്ടിവിറ്റിക്ക്, പ്രാക്ടിക്കബിലിറ്റിക്ക്, അതുപോലെ തന്നെ അതിൻ്റെ യൂസ് അഥവാ യൂട്ടിലിറ്റിക്ക്. So pragmatism, as it gives importance to activity and experiments, it is also known as experimentalism, because pragmatists believe that experiments is the only criteria based on which you can decide whether a thing is true or not. അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തിനകത്ത യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാലും മറ്റൊരു പറഞ്ഞതുപോലെ ഒരുപക്ഷെ സ്പിരിറ്റ് ആണെന്നോ അല്ലെങ്കിൽ പ്രകൃതിയാണെന്നോ അങ്ങനെയൊന്നും പറയാൻ പ്രാഗ്മാറ്റിസ്റ്റുകാർ നിൽക്കാറില്ല. അവർ പറയുന്നത് നിങ്ങൾക്ക് എന്തും സത്യമാണെന്ന് വിശ്വസിക്കാം, എപ്പോൾ മാത്രം വൺസ് ഇറ്റ് ഈസ് എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ്. ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രം പുരോഗമിച്ച് വന്ന ഒരു കാലഘട്ടമാണ് പ്രാഗ്മാറ്റിസത്തിൻ്റെ കാലം എന്ന് പറയും. അമേരിക്കയിൽ ഫോളോ ചെയ്യുന്ന കൈൻഡ് ഓഫ് ഫിലോസഫി. നമ്മളൊക്കെ ഒരു പരിധിവരെ പ്രാഗ്മാറ്റിസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞിരിക്കണമെന്ന് പറയാം. So based on the results of these experiments, ideas are derived. ഇപ്പോൾ ഐഡിയലിസംകാർ പറഞ്ഞു ഐഡിയാസാണ് ഏറ്റവും വലുത്. മറ്റൊരു പറഞ്ഞത് ഐഡിയാസ് ഒന്നുമല്ല, ഈ പറയുന്ന ഐഡിയ എന്ന് പറയുന്നത് ഫങ്ഷനിങ് ഓഫ് ബ്രെയിൻ. അപ്പോൾ ബ്രെയിനാണ് വലുത്, മാറ്ററാണ് വലുതെന്ന് പറഞ്ഞു. ഇവർ പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യവും നടക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം എക്സ്പെരിമെൻറ്റ്സ്. ആ എക്സ്പെരിമെൻറ്റ്സിൻ്റെ ബേസിൽ മാത്രമാണ് നിങ്ങൾ ഐഡിയയിലേക്ക് എത്തുന്നത്. സോ ദ ടെസ്റ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ഇസ് ഇറ്റ്സ് പ്രാക്ടിക്കബിൾ യൂട്ടിലിറ്റി. അതൊരു ഭയങ്കര വിവാദ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നണമെന്നില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തിൻ്റെ ബേസിലാണ് പറയുന്നത്. ദ ടെസ്റ്റ് ഓഫ് ട്രൂത്ത് ഇസ് ഇറ്റ്സ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി. ഒരു സംഭവം, ഒരു കാര്യം സത്യമാണോ എന്ന് തീരുമാനിക്കുന്നത് അത് പ്രാക്ടിക്കലി നമുക്ക് യൂസ്ഫുൾ ആണോ, അതിൻ്റെ യൂട്ടിലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ആ സംഭവം സത്യമാണോ എന്ന് തീരുമാനിക്കുന്നത്. ആൻഡ് ദ പേർപ്പസ് ഓഫ് തോട്ട് ഈസ് ടു ഗൈഡ് ആൻ ആക്ഷൻ. ഈ തോട്ടാണ് ഈ ലോകത്തെ ഏറ്റവും വലുത്, ആശയങ്ങളാണ് വലുത്. ആശയങ്ങൾ സൃഷ്ടിക്കുന്ന ചിന്തകളാണ് ഈ ലോകത്തിൻ്റെ ബാക്കി എല്ലാ പരിണാമത്തിലേക്കും അല്ലെങ്കിൽ എല്ലാ കണ്ടുപിടുത്തത്തിലേക്കും നയിച്ചിരിക്കുന്നത് എന്ന് ഐഡിയലിസംകാർ പറഞ്ഞപ്പോൾ ഇവർ പറയുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ തോട്ട് ഉണ്ടായി ഇസ് ടു ഗൈഡ് ആൻ ആക്ഷൻ. ഒരു ആക്ഷനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ആദ്യപടി എന്നുള്ള രീതിയിൽ മാത്രമേ തോട്ട് നടക്കുന്നുള്ളൂ. തോട്ട് മാത്രമായിട്ട് ചിന്തകൾ മാത്രമായിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ അതിന് ഒരു ഗുണവും ഉണ്ടാവുന്നില്ല. ആ ചിന്ത ആക്ഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ആക്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ തോട്ട് കൊണ്ട് ഗുണം ഉണ്ടാവുന്നുള്ളൂ. സോ ദ എഫക്റ്റ് ഓഫ് എൻ ഐഡിയ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇറ്റ്സ് ഒറിജിൻ. അതുകൊണ്ട് ഒരു ഐഡിയ ഉണ്ടാവുന്നതിലല്ല, ആ ഉണ്ടായ ഐഡിയ അതൊരു ഇഫക്റ്റ് കൊണ്ടുവരണം. അതൊരു കണ്ടുപിടുത്തത്തിലേക്കോ ഒരു പ്രവൃത്തിയിലേക്കോ ചെന്ന് പര്യവസാനിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അതിന് ഒരു ഗുണം ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ ഒരു ഐഡിയ ഒറിജിനേറ്റ് ചെയ്തു എന്ന് പറയുന്നതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ അല്ലാത്തൊരു സംഭവം പ്രാഗ്മാറ്റിസത്തിൽ എന്തല്ല, സത്യമല്ല അഥവാ യാഥാർത്ഥ്യമല്ല. സോ ഇതിൻ്റെ എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ചാളുകൾ, വില്യം ജെയിംസ്, ചാൾസ് പീസ്, ജോൺ ഡൂയിയാണ് ഇതിനകത്തെ ഒരു മുഖ്യ ആൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ കിൽപ്രാട്ടിക്കും ജോൺ ഡൂയിയും നിങ്ങൾ ഗഹനമായിട്ട് പഠിക്കേണ്ടതാണ്. ജോൺ ഡൂയിയുടെ തോട്ട്സൊക്കെ ശരിക്കും ഇതിന് പണ്ടത്തെ സിലബസിൽ ഫുള്ളായിട്ട് പഠിക്കാനുണ്ടായിരുന്നു.
സോ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രാഗ്മാറ്റിസത്തിലേക്ക് വരാം. എന്തൊക്കെയാണ് പ്രാഗ്മാറ്റിസം പറയുന്ന പ്രിൻസിപ്പിൾസ്? വൺ ഈസ് ദ ചേഞ്ചിങ് നേച്ചർ ഓഫ് ട്രൂത്ത്. നമ്മളുടെ ഐഡിയലിസം പറയുന്നത് എന്താണ്? സത്യം എന്ന് പറയുന്നത്, വാല്യൂസ് എന്ന് പറയുന്നത് ആർക്കും മാറ്റാൻ പറ്റുന്നതല്ല. ഇറ്റ്സ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് എന്നുള്ള രീതിയിൽ. അതിലേക്ക് വി കുഡ് സ്ട്രൈവ് ടു അച്ചീവ് ഫോർ ദാറ്റ്, ബട്ട് നോബഡി കുഡ് ചേഞ്ച് ഇറ്റ്. നാച്ചുറലിസം ആയപ്പോഴേക്കും എന്ത് പറ്റി? അവിടെ ഇത്രയും കൂടി ചേഞ്ചിങ് ആയിട്ട് വന്നു. പക്ഷേ ആരെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ? പ്രകൃതിയാണ്. സോ ഇറ്റ്സ് ചേഞ്ചിങ് അക്കോർഡിംഗ് ടു ദ ലോസ് ഗവേണിംഗ് റൂൾസ് ഓഫ് നേച്ചർ. ആ രീതിക്ക് മാത്രമേ എന്ത് നടന്നിരുന്നുള്ളൂ? മാറ്റങ്ങൾ സംഭവിച്ചിരുന്നുള്ളൂ. പക്ഷേ പ്രാഗ്മാറ്റിസം വന്നപ്പോൾ ആളുകൾ ഇത്തിരി കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന മനുഷ്യർ, അത്രേ ഉള്ളൂ. ഇവിടെ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രാക്ടിക്കലി ഇപ്പോൾ യൂസ്ഫുൾ ആകുന്ന കാര്യത്തെ മാത്രമേ ഇവിടെ സത്യമായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. സോ സത്യത്തിന് മാറാമെന്നാണ് ഇവർ പറയുന്നത്. ചേഞ്ചിങ് അക്കോർഡിംഗ് ടു ടൈം, പ്ലേസ് ആൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇന്ന് കാണുന്ന സത്യം ഒരു പക്ഷേ യു ഹാവ് ടു ബിലീവ് ദാറ്റ് ഇന്നത്തെ സത്യം എന്ന് പറയുന്നത് നാളത്തെ നുണയായിരിക്കാം, നാളത്തെ സത്യം മറ്റൊന്നായിരിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു മനസ്സോടുകൂടി ജീവിക്കുന്നവരാണ് ആര്? പ്രാഗ്മാറ്റിസ്റ്റുകൾ. സോ ഇവരെന്ത് സത്യവും തീരുമാനിക്കുന്നത് ഇപ്പോൾ ഈ സത്യം വാലിഡ് ആണോ, ഇപ്പോൾ ഈ കാര്യത്തിന് വാലിഡിറ്റി ഉണ്ടോ, അതിനൊരു യൂട്ടിലിറ്റി ഉണ്ടോ, ഇത് ഇപ്പോൾ പോസിബിൾ ആണോ, അങ്ങനെയാണെങ്കിൽ ഇത് സത്യം, നാളെ മറ്റൊന്നാണെങ്കിൽ അത് സത്യം. എല്ലാത്തിൻ്റെയും സത്യം എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിൽ മാത്രമാണ്? ബേസ്ഡ് അപ്പോൺ ദ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ? അതൊരു വിവാദ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഒരു ഇസം കൂടി വന്നപ്പോഴാണ് പല വ്യത്യാസങ്ങൾ സമൂഹത്തിൽ വന്നത്. ആൻഡ് ഇറ്റ് ഈസ് അപ്പോസിഷൻ ടു ഫിക്സ്ഡ് ഐഡിയൽസ് ആൻഡ് വാല്യൂസ്. വാല്യൂസ് എന്ന് പറയുന്നത്, ഇവർ പറയുന്നത് ഒരിക്കലും വാല്യൂസ് എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് വന്ന ഒരു സംഭവമല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ മനുഷ്യനായിട്ട് ജനിച്ച് ഭൂമിയിലേക്ക് വന്നപ്പം നിങ്ങളുടെ കൂടെ ഒരു സീഡിയും കൂടി ദൈവം തന്നു വിട്ടു? അല്ലെങ്കിൽ ആരാണോ ശക്തിയുള്ളത് ആ ശക്തി, നിങ്ങൾ ജനിച്ച് വീണപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, ഒരു കമ്പ്യൂട്ടറിൽ നമ്മളൊരു സാധനമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒപ്പം അതിൻ്റെ ഒരു ഡ്രൈവർ സോഫ്റ്റ്വെയർ തന്നെ മാതിരി നിങ്ങൾ ഇങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു വാല്യൂ സിസ്റ്റം തന്നയച്ചതാണോ? ഒരിക്കലും അല്ല. ഈ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ നിർമ്മിച്ചതാണ്. സോ വാല്യൂസ് ആർ മാൻ മെയ്ഡ് ആൻഡ് ദേ ക്യാൻ ചേഞ്ച് വിത്ത് സർക്കംസ്റ്റാൻസസ്, ടൈം ആൻഡ് പ്ലേസ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നിർമ്മിച്ചതായതുകൊണ്ട് ഒരിക്കലും ഭൂമിയിൽ മനുഷ്യൻ വന്നപ്പോൾ ഇവിടെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ടായിട്ടില്ല. മനുഷ്യൻ ജനിച്ച് പോന്നപ്പോൾ അവൻ്റെ ഒപ്പം ഒരു നിയമാവലിയും കൂടി അവൻ എഴുതി കൊണ്ടു പോന്നിട്ടില്ല, ദാറ്റ് യു ഹാവ് ടു ഫോളോ ദീസ് ഫോർമാറ്റ്സ്. ഇതെല്ലാം ഭൂമിയിൽ മനുഷ്യൻ സൃഷ്ടിച്ചതാണെങ്കിൽ കാലം മാറുന്നതനുസരിച്ച്, സർക്കംസ്റ്റാൻസസ് മാറുന്നതനുസരിച്ച്, സമയം മാറുന്നതനുസരിച്ച്, സ്ഥലം മാറുന്നതനുസരിച്ചിട്ട് ഈ വാല്യൂ സിസ്റ്റത്തെ നമുക്ക് മാറ്റാൻ പറ്റും. ഇറ്റ് ഈസ് റീഡിഫൈൻഡ്. സോ വാല്യൂസ് ആർ നോട്ട് ഫിക്സ്ഡ് or they are changeable. Then next is truth. According to pragmatism, truth of an idea depends upon its workability. ഒന്ന് ആലോചിച്ച് നോക്ക്, സത്യം എന്ന് പറയുന്നത് എന്താണ്? ഇഫ് ഇറ്റ് ഈസ് വർക്കിംഗ് then you can believe it's true. അതല്ലെങ്കിൽ നമുക്കത് വിശ്വസിക്കേണ്ട കാര്യമില്ല. സോ പ്രാഗ്മാറ്റിസ്റ്റ് ഹോൾഡ് ദാറ്റ് ആൻ ഐഡിയ ഇസ് ട്രൂ ഇഫ് ഇറ്റ് വർക്ക്. അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സംഭവത്തെ സത്യമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ, അതായത് ഇവിടെ നിങ്ങളതിനെ നെഗറ്റീവായിട്ട് കാണുന്നതിന് അപ്പുറം ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അവർ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങളിത് സത്യമാണെന്ന് പറയുകയാണെങ്കിൽ യു ഹാവ് ടു എക്സ്പെരിമെൻ്റലി പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ. അത് വർക്കിംഗ് ആയിട്ട് കണ്ടാൽ വി വിൽ ആക്സെപ്റ്റ് ഇറ്റ് ഈസ് ട്രൂ. അത് വർക്കിംഗ് അല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റാത്ത അടുത്ത നിമിഷം ഞങ്ങളുടെ മുമ്പിൽ അത് സത്യമല്ലാതായി മാറുകയാണ്. സോ ദേ ബിലീവ് ഇൻ ദ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി. ദാറ്റ് ഈസ് റിയാലിറ്റി ഓഫ് ആൻ ഐഡിയ ലൈസ് ഇൻ ഇറ്റ്സ് യൂട്ടിലിറ്റി. ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും ഏതൊരു മാറ്ററിൻ്റെയും റിയാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ യൂട്ടിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനി ഐഡിയ വിച്ച് ഈസ് യൂസ്ഫുൾ ടു എസ് ഇസ് പ്രോപ്പർ ആൻഡ് റൈറ്റ്. എന്തൊരു ഐഡിയ അത് നമുക്ക് പ്രോപ്പറാണ്, നമുക്ക് റൈറ്റ് ആണെങ്കിൽ വി വിൽ ആക്സെപ്റ്റ് ഇറ്റ് ആസ് റിയാലിറ്റി, അതർവൈസ് ഇറ്റ്സ് നോട്ട് എ റിയാലിറ്റി. നൗ ഈ ഒരു ചിന്താഗതിയിൽ ആളുകൾ ജീവിച്ചു വന്നപ്പോൾ ആദ്യം ഇത് ശാസ്ത്രത്തിൻ്റെ ബേസിലാണ് നിർവചിച്ച് പോകുന്നതെങ്കിലും ഇത് ആളുകളുടെ ഫിലോസഫിയാണ്. നൗ വാട്ട് ഇൻ ബൈ ഫിലോസഫി? ദ വേ ഓഫ് ലൈഫ്, ദ വേ ഓഫ് തോട്ട്, the way by which they conceive something, the way by which they perceive something. അങ്ങനെ സംഭവിച്ചപ്പോൾ ഇതവരുടെ ചിന്താഗതിയായിട്ട് മാറി. പോയി എവിടം വരെ എത്തി? അച്ഛനമ്മ എവിടെ എത്തി? വൃദ്ധസദനത്തിലെത്തി. വൈ? എപ്പോഴാണ് അച്ഛനമ്മയ്ക്കും വിലയുള്ളത്? വെൻ ദേ ആർ യൂസ്ഫുൾ. സോ എന്തിൻ്റെയും യൂട്ടിലിറ്റിയുടെ ബേസിൽ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയപ്പോൾ കാര്യം ശരി, നമ്മൾ ജനിച്ചതും നമ്മൾ വളർന്നതും നമ്മളെ വളർത്തിയതും ഇന്ന് നമ്മൾ ഏത് സ്ഥാനത്ത് നിൽക്കുന്നുവോ അതിൻ്റെ പുറകിലൊക്കെ ഈ പറഞ്ഞവരുണ്ടായിരിക്കാം. പക്ഷേ അവരൊരു വയസ്സായ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായി മാറുകയാണ്? നമുക്ക് ബാധ്യതയായിട്ട് മാറുകയാണ്, നമ്മളുടെ സുഗമമായ ജീവിതത്തിന് ശല്യമായിട്ട് മാറുകയാണ്. ദേ ആർ നോട്ട് യൂസ്ഫുൾ എന്ന് വരുമ്പോൾ
അക്കോർഡിംഗ് ടു പ്രാഗ്മാറ്റിസം എന്താണ് പറയുന്നത്? യൂസ്ഫുൾ അല്ലെങ്കിൽ അത് പിന്നെ നമ്മുടെ റിയാലിറ്റിയിൽ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. സോ സ്വാഭാവികമായിട്ടും അതിനെ മാറ്റാവുന്നതാണ്. സോ ഇങ്ങനെ എല്ലാത്തിനെയും നമുക്കൊരു പക്ഷേ അതൊരു ചോദ്യമാണത്. അതായത് എല്ലാത്തിനെയും നമുക്ക് അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള അതിൻ്റെ ഉപയോഗം വെച്ച് മാത്രം നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? കുറേ കാര്യങ്ങൾ അതൊരു ഫിലോസഫിയാണ്. എന്തിൻ്റെയും വിലയുണ്ടെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളെ അംഗീകരിക്കും, എനിക്ക് യൂസ്ഫുൾ അല്ല ഐ വിൽ ത്രോ യു ഔട്ട് ഓഫ് മൈ ലൈഫ്. ഇതിൻ്റെ നെഗറ്റീവ് ഭാഗമാണെങ്കിൽ ഇതിനെ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കണം. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ എന്തേ പറയാൻ പറ്റുള്ളൂ? കാണുന്നത് മുഴുവൻ ഇപ്പോൾ എന്താ പറയുക, മഴ കണ്ടു അത് ദൈവമാണ്, ഇത് കണ്ടു, അങ്ങനെ എല്ലാത്തിനെയും ഒരു വിശ്വാസത്തിൻ്റെ ബേസിൽ നിങ്ങൾ സ്വീകരിക്കാതെ അത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്താൽ മാത്രമേ നമ്മൾ യാഥാർത്ഥ്യമായിട്ട് സ്വീകരിക്കുള്ളൂ. ആൻഡ് ഇറ്റ്സ് ആൻ ഓപ്പൺ സയൻസ് പോലെ അതിങ്ങനെ വളരെ ഓപ്പണായിട്ട് കിടക്കുകയാണ്. എന്താ സയൻസിൻ്റെ പ്രത്യേകത? ഇന്നിപ്പോൾ ഒരു ആറ്റോമിക് മോഡൽ പഠിച്ചു, അത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ നാളെ അടുത്ത ആറ്റോമിക് മോഡൽ കാണിക്കുമ്പോൾ അത് എക്സ്പെരിമെൻ്റിൽ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ മോഡൽ തെറ്റാണ്, അടുത്ത മോഡലിനെ നമ്മൾ സ്വീകരിച്ചു. അതേ ചിന്താഗതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ശാസ്ത്രത്തിൻ്റെ ഒരു വളർച്ചയാണ് ഈ ഒരു ചിന്താഗതിയിലേക്ക് പോയത്. അത് തീർച്ചയായിട്ടും വളരെ നന്മകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ ഒരുപാട് പ്രാക്ടിക്കലായിട്ട് എല്ലാ തലങ്ങളിലും അവൻ പ്രാക്ടിക്കബിലിറ്റി കണ്ടുപിടിച്ചപ്പോൾ ഹ്യൂമൻ വാല്യൂസ് അല്ലെങ്കിൽ ബന്ധങ്ങൾ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് പാഴ്ചകളും പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു നെഗറ്റീവ് വശവുമാണ്. നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ആക്ടിവിറ്റി. That is, pragmatism lays greater emphasis on the activity rather than on ideas. ഇവിടെ ഐഡിയകൾക്കല്ല പ്രാധാന്യം. ആ ഐഡിയ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കും, ഒരു ആക്ടിവിറ്റിയിലൂടെ അത് കടത്തി നോക്കും. അപ്പോൾ മാത്രമേ നമ്മളതിനെ സത്യമാണോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുള്ളൂ. സോ ഹിയർ ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഓൺ ആക്ടിവിറ്റി റാദർ ദാൻ ഓൺ ഐഡിയാസ്. ഐഡിയാസ് തലയിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അത് പ്രാവർത്തികമാക്കണം. അപ്പോൾ ഇവിടെ പ്രാവർത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ്. ആൻഡ് ഇറ്റ് believes in the faith in pluralism. What do you mean by pluralism? That is, the world is pluralistic. എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകം മുഴുവൻ പ്ലൂറലിസ്റ്റിക് ആണ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? റിയാലിറ്റി ക്യാൻ എക്സിസ്റ്റ് ഇൻ മൾട്ടിപ്പിൾ ഫോംസ് ഡിപ്പെൻഡിങ് ഓൺ ദ എക്സ്പീരിയൻസ്. ഓരോരുത്തരുടെയും സത്യം വേറെയാകാം എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്ന സത്യം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നൊരു സത്യം മറ്റൊന്നാകാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? സത്യം എന്ന് പറയുന്നത് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. ഐഡിയലിസംകാർ ചോദിക്കുന്ന ചോദ്യം അത്രേ ഉള്ളൂ. അങ്ങനെ മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നൊരു സംഭവമില്ല. ട്രൂത്ത് എന്ന് പറയുന്നത് വൺ ആൻഡ് ഓൺലി വൺ എന്നുള്ളൊരു വിശ്വാസമാണ് ഐഡിയലിസംകാർക്കുള്ളതെങ്കിൽ ഇവർ പറയുന്നത് അത് മാറി വരാം മീൻസ് എനിക്കൊരു സത്യമാകാം, നിങ്ങൾക്ക് വേറൊരു സത്യമാകാം. ഇനി എനിക്ക് തന്നെ ഇന്നത്തെ എൻ്റെ സത്യം ഇതാകാം, നാളത്തെ എൻ്റെ ഒരു സത്യം മറ്റൊന്നാകാം. അതാണ് നമ്മൾ കണ്ടേക്കുന്ന പാർട്ടിക്കാരൊക്കെ ചാടി പല പാർട്ടിയിലേക്ക് പോകുന്നതായിട്ട് കാണാം. വൈ? ബിക്കോസ് ഇന്നത്തെ സത്യം ഇതാണ്, നാളത്തെ എൻ്റെ ഫിലോസഫി മറ്റൊന്നാണ്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ വർക്കബിലിറ്റി, ഒരു പക്ഷേ സീറ്റിൻ്റെ ബേസിലായിരിക്കാം അവർ ചിന്തിക്കുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രിൻസിപ്പിൾസിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ എം നോട്ട് ഗോയിങ് ടു ദെയർ മാറ്റർ. അപ്പോൾ ഈ ബേസിൽ നമുക്ക് സത്യം മാറി വരും. അഥവാ സത്യം ഇവിടെ മൾട്ടിപ്പിൾ ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. Then faith in flexibilities, that is, pragmatism believes that nothing is fixed in this world and everything grows and changes and develops. അപ്പോൾ ഇവർ ആ പ്ലൂറലിസത്തിൽ വിശ്വസിക്കേണ്ടത് തന്നെ ഇവർ വളരെ ഫ്ലെക്സിബിളാണ്. ഓരോ വ്യക്തിയെയും അതുകൊണ്ട് വളർത്തിയെടുക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ മനസ്സിൽ സത്യം ഒന്നുള്ളൂ എന്നുള്ള വിശ്വാസത്തിലല്ല, നിങ്ങൾ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ദാറ്റ് ഈസ്, ഈ ലോകം ഇന്നിങ്ങനെയാണ്, നാളെ മറ്റൊരു രീതിയിൽ മാറി വരാം എന്നുള്ള വിശ്വാസത്തോട് കൂടി തന്നെ വളർത്തണം എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക ഗുണം എന്ത് എന്ന് ചോദിച്ചാൽ, ദേ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു സോഷ്യൽ ആൻഡ് ഡെമോക്രറ്റിക് വാല്യൂസ്. സോ ഇറ്റ് ഹോൾഡ്സ് ദാറ്റ് മാൻ ഈസ് എ സോഷ്യൽ ബീയിങ്. മനുഷ്യൻ്റെ ആ ഒരു സൊസൈറ്റി ആയിട്ടുള്ള ബന്ധം കളയുന്നില്ല. അപ്പോൾ വാല്യൂ സിസ്റ്റം ആ രീതിയിലാണ് അവരൊന്ന് പിടിച്ചു കെട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിരുകൾ ഇട്ട് തരുന്നത്. ആ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ബീയിങ്, ആ ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ വാല്യൂസിനെ അവർ കളയുന്നില്ല. സോ ഹി ഈസ് ബോൺ ഇൻ ദ സൊസൈറ്റി ആൻഡ് ഓൾ ഹിസ് ഡെവലപ്മെൻറ്റ് ടേക്ക് പ്ലേസ് ഇൻ ആൻഡ് ത്രൂ ദ സൊസൈറ്റി. എല്ലാ ഡെവലപ്മെൻറ്റും നടക്കേണ്ടത് എന്തിലൂടെയാണ്? ത്രൂ സൊസൈറ്റി. ആൻഡ് ഒപ്പോസിഷൻ ടു സോഷ്യൽ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, ദാറ്റ് ഈസ് അനദർ പ്രിൻസിപ്പിൾ ഓഫ് pragmatism. They deadly against customs, tradition, restrictions and taboos. They believes in the reality of life. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ സതിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, അങ്ങനത്തെ ഒരു വിശ്വാസത്തിലൊക്കെ ജീവിച്ചു പോയിരുന്നെങ്കിൽ നശിയുള്ളൂ ഈ നാട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? അവിടെയൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചേ മതിയാവും. അതുകൊണ്ടാണ് അനാവശ്യമായിട്ടുള്ള അനാചാരങ്ങൾക്കെതിരെ, സോഷ്യൽ കസ്റ്റംസിനെതിരെ, ട്രഡീഷൻസിനെതിരെയൊക്കെ ഇവർ ആക്ട് ചെയ്യുകയും അവിടെ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് പോവുകയും ചെയ്തത്. ആൻഡ് ദേ ഹാവ് ഫെയ്ത്ത് ഇൻ ദ പ്രസൻറ്റ്.
ദാറ്റ് ഈസ് പ്രാഗ്മാറ്റിസ്റ്റ് ഡിഡ് നോട്ട് സ്റ്റിക്ക് ടു ദ പാസ്റ്റ്. ഈ ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ് വരുമ്പോൾ നമ്മൾ ഇത്ര നാൾ ആചരിച്ചിരുന്നത് അങ്ങനെയായിരുന്നു, നമ്മൾ ഇത്ര നാൾ പാലിച്ചിരുന്നത് അങ്ങനെയായിരുന്നു, ഇങ്ങനെ പറയാൻ നിൽക്കാതെ ഇപ്പോൾ എന്താ പ്രാക്ടിക്കലി പോസിബിൾ. സോ ദേ ലീവ് ഇൻ ദ പ്രസൻറ്റ്. ദേ ആർ മോർ കൺസേൺഡ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ടുഡേ റാദർ ദാൻ ദ പ്രോബ്ലംസ് ഓഫ് യെസ്റ്റർഡേ ആൻഡ് ടുമാറോ. ഇന്നലെ വരെ എന്താ ആചാരാനുഷ്ഠാനങ്ങളായിരുന്നു അത് ചിന്തിക്കേണ്ട. നാളെ നിങ്ങൾക്ക് സ്വർഗം കിട്ടാനായിട്ട് നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിക്കണം അതും ചിന്തിക്കേണ്ട. ഇന്ന് എന്താണോ നിങ്ങൾ ഇന്നിൽ ജീവിക്കുക. നാളെ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഇന്നലെ കഴിഞ്ഞു പോയി, ഇനി അതേക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല. ഇന്നിനെ നമുക്ക് എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും, ഇന്നിനെ നമുക്ക് എങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റും, ഇന്നിനെ നമുക്ക് എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആക്കാൻ പറ്റും. അപ്പോൾ ഇത് മാത്രമാണ് അവർ ചിന്തിച്ചത്. ഇതിനുവേണ്ടി വളരെ പ്രാക്ടിക്കബിലിറ്റി ഉള്ള ഒരു ഇസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ആൻഡ് പ്രാഗ്മാറ്റിസ്റ്റ് ഇവരുടെ ഒരു എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ അതുകൊണ്ട് ഈ ഒരു രീതിക്കായിരുന്നു. സോ ടു കൾട്ടിവേറ്റ് എ ഡൈനാമിക് ആൻഡ് അഡാപ്റ്റബിൾ മൈൻഡ് വിച്ച് ഈസ് റിസോഴ്സ്ഫുൾ ആൻഡ് എൻ്റർപ്രൈസിങ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. ഇവർ പറയുന്നത് മനുഷ്യൻ്റെ മനസ്സ് അതുകൊണ്ട് എങ്ങനെയായിരിക്കണം, മാറുന്നതിനെ സ്വീകരിക്കാൻ പറ്റിയ, ഡൈനാമിക്സ് മീൻസ് ഫ്ലോയാണ് ശരിക്കും പറയുന്നത്, ആ ചേഞ്ചാണ് പറയുന്നത്. ആ ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന വളരെ അഡാപ്റ്റബിൾ മൈൻഡ് ആയിരിക്കണം നമുക്ക് ഓരോ വ്യക്തിയിലും ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവിടെ സെൽഫ് റിയലൈസേഷൻ കഴിഞ്ഞു, പ്രകൃതിയുടെ സെൽഫ് പ്രിസർവേഷൻ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ സത്യത്തെ മാറി മന്നവൻ സത്യത്തെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ, പ്രാക്ടിക്കബിലിറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, എന്തിനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ, സത്യം മാറി വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലെ ഒരു ഡൈനാമിക് മൈൻഡ് ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. ആൻഡ് ടു ബ്രിങ് അബൌട്ട് ഓൾ റൗണ്ട് ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ബൈ സാറ്റിസ്ഫൈങ് ഹിസ് ഫെൽറ്റ് നീഡ്സ് ഇൻ ഹിസ് എൻവയോൺമെൻറ്റ്. ഒരു വ്യക്തി അവൻ്റെ ഏത് ചുറ്റുപാടിൽ ജീവിക്കുന്നുവോ ആ ചുറ്റുപാടിൽ അവന് വേണ്ട അവൻ്റെ എല്ലാ കഴിവിനെയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. പ്രാക്ടിക്കലി അവന് വേണ്ട എല്ലാ കഴിവിനെയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് പ്രാഗ്മാറ്റിസം പറയുന്ന എയിം ഓഫ് എഡ്യൂക്കേഷൻ. നിങ്ങൾ തന്നെ ജീവിതത്തിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ പലതും ജീവിതത്തിൽ ഉപയോഗിക്കാത്ത കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഫോർമൽ എഡ്യൂക്കേഷൻ ശേഷം പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കാം നിങ്ങളൊരു പക്ഷേ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് കുറേ പ്രാഗ്മാറ്റിസം ഇറ്റ് ബ്രിങ്സ് ഓൾ റൗണ്ട് ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ബൈ സാറ്റിസ്ഫൈങ് ഹിസ് ഫെൽറ്റ് നീഡ്സ് ഇൻ ഹിസ് എൻവയോൺമെൻറ്റ്. നമ്മൾ ഏത് ഏരിയയിൽ ജീവിക്കുന്നോ അവിടെ നമ്മൾക്ക് നമ്മളുടെ നീഡിനെ അറിയത്തക്ക രീതിയിൽ ഉള്ള നമ്മുടെ നീഡ്സിനനുസരിച്ച് നമുക്ക് ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് കൊണ്ടുപോയി തരുന്നു. ദെൻ ടു എനേബിൾ ദ ലേണർ ടു റീകൺസ്ട്രക്ട് ഹിസ് എക്സ്പീരിയൻസസ് കണ്ടിന്യൂസ്ലി ഇൻ ദ ലൈറ്റ് ഓഫ് ന്യൂ സിറ്റുവേഷൻസ് സോ ദാറ്റ് ഹി ബിക്കംസ് ഏബിൾ ടു കൺട്രോൾ ഹിസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫുൾഫിൽ ഹിസ് ഫിലോസഫി. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ്, അവൻ്റെ അനുഭവത്തിൻ്റെ ബേസിൽ ഹി മസ്റ്റ് ബി ഏബിൾ ടു റീകൺസ്ട്രക്ട് ഹിസ് എക്സ്പീരിയൻസസ്. ഒരു പക്ഷേ ഇന്ന് നമുക്ക് സത്യമെന്ന് തോന്നുന്നതിനെ നാളത്തെ നമ്മളുടെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ ആ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യത്തെ ആ ഒരു അറിവിനെ റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള എബിലിറ്റിയും ആൻഡ് ടു ഏബിൾ ടു മേക്ക് ഹിം കൺട്രോൾ ഹിസ് എൻവയോൺമെൻറ്റ്. ഒരു പക്ഷേ നമ്മളുടെ ചുറ്റുപാടിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു എബിലിറ്റിയും അവനിൽ വളർത്തിക്കൊണ്ടുവരണം. ദെൻ സൊസൈറ്റിയോടുള്ള ഒരു കാര്യം മറന്നേക്കരുത്. പ്രാഗ്മാറ്റിസം എന്ന് പറയുമ്പോൾ ആ ഒരു സൊസൈറ്റിനോടുള്ളൊരു ഡെഡിക്കേഷൻ ഓർക്കുക. സോ ടു പ്രൊഡ്യൂസ് സോഷ്യലി കോമ്പിറ്റൻറ്റ്, എക്കണോമിക്കലി എഫിഷ്യൻറ്റ് ആൻഡ് കൾച്ചേർഡ് പേഴ്സൺ. സൊസൈറ്റിക്ക് വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെയും കൂടി നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത് എയിം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ദെൻ ടു എനേബിൾ ദ ചൈൽഡ് ടു ക്രിയേറ്റ് ന്യൂ റിയാലിറ്റീസ് ആൻഡ് വാല്യൂസ് ബൈ ഹിംസെൽഫ്. സി ദ ചൈൽഡ് മസ്റ്റ് ബി ഏബിൾ ടു ഡിഫൈൻ ഹിസ് വാല്യൂസ് ബൈ ഹിംസെൽഫ് so as to adjust to arrive at optimal personal and social adjustment in a creative manner. കുട്ടിയെ എന്തിനേബിൾ ആക്കണം? റിയാലിറ്റി ആസ് വെൽ ആസ് വാല്യൂസ് എന്ന് പറയുന്നത് അവനെ സ്വയം നിർമ്മിച്ച് ഡിഫൈൻ ചെയ്ത് വെച്ച് അതുമായി ചേർന്ന് പോകാൻ പറ്റണം. സോ ദാറ്റ് പേഴ്സണലി അവൻ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവണം. സൊസൈറ്റി വെച്ച് നോക്കുമ്പോഴും സോഷ്യലി അവനൊരു അഡ്ജസ്റ്റീവ് ആയിട്ടുള്ള, വളരെ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളൊരു വ്യക്തിയായിട്ട് മാറണം എന്ന് പറയുമ്പോൾ അവിടെ കുറേ നന്മകൾ വന്നു കഴിഞ്ഞു കേട്ടോ. ഇനി പ്രാഗ്മാറ്റിസത്തിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളൊരു ചോദ്യം 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് പ്രാഗ്മാറ്റിസം ആൻഡ് ദ മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ. സോ ഇതിനകത്ത് ചില ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലേണിംഗ് ബൈ ഡൂയിങ്. അത് നമുക്കറിയാം എന്താണ്, അത് നാച്ചുറലിസവും പറഞ്ഞതാണ്. ആക്ടിവിറ്റിയിലൂടെ ബേസ്ഡ് അപ്പോൺ ദ ആക്ടിവിറ്റീസ് ദ ചൈൽഡ് ഡു he learns so many things. So it's a self activity based ആയിട്ടുള്ളതെന്ന് പറയാം. And through learning by doing, the hands, the eyes, ears and in fact the whole body become sources of information. അവൻ്റെ എല്ലാ സെൻസ് ഓർഗൻ യൂസ് ചെയ്തിട്ട് അവൻ പഠിക്കുന്നു. സെക്കൻഡ് വൺ ഈസ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. എന്താണ്,
എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ട് കുട്ടി പഠിക്കുന്നു. ആക്ച്വലി ജോൺ ഡൂയി അദ്ദേഹം ചിക്കാഗോയിൽ അദ്ദേഹത്തിൻ്റെ ലബോറട്ടറി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂൾ അദ്ദേഹം എന്താ പറയുക, നമ്മുടെ 3 Idiots'ൽ അമീർ ഖാൻ സ്റ്റാർട്ട് ചെയ്ത പോലത്തെ ഒരു സ്കൂൾ എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. അതുപോലത്തെ ഒരു സ്കൂളല്ല എങ്കിലും അന്നത്തെ കാലത്ത് ഒരു പക്ഷേ എക്സ്പെരിമെൻറ്റ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സ്കൂൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അവിടെ നിന്നാണ് ഈ പറയുന്നൊരു എക്സ്പെരിമെൻ്റൽ മെത്തേഡിലൂടെ കുട്ടി സ്വയം എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ട് പ്രാക്ടിക്കലി അവൻ ചെയ്തുകൊണ്ട് അവന് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന അറിവിനെ അറിവായിട്ട് സ്വീകരിക്കാൻ തുടങ്ങിയത്. സോ അവിടെ എഡ്യൂക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എക്സ്പെരിമെൻറ്റേഷനായിട്ട് മാറി. ആൻഡ് തേർഡ് വൺ ഈസ് പ്രോജക്റ്റ് മെത്തേഡ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പ്രൊജക്റ്റ് മെത്തേഡ്, പ്രോബ്ലം സോൾവിങ് മെത്തേഡ് എന്നൊക്കെ പറയുന്നത് ഇതിനകത്ത് വന്നതാണ്. ആൻഡ് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പ്രോജക്റ്റ് മെത്തേഡ് പ്രപ്പോസ് ചെയ്തത് കിൽപാട്രിക് ആണ്. പക്ഷേ നമ്മൾ ചിലപ്പോൾ ജോൺ ഡൂയി ആണ് കൂടുതൽ പഠിക്കുന്നതുകൊണ്ട് അങ്ങനെ എഴുതി കുട്ടികൾ തെറ്റിക്കാറുണ്ട്. അങ്ങനെ തെറ്റിച്ചേക്കരുത്. പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ് പ്രൊജക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന ആ സ്റ്റെപ്സ് ഉണ്ടല്ലോ, ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രൊജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദെൻ ഡാറ്റ കളക്ഷൻ, അനാലിസിസ് ഓഫ് ഡാറ്റ, ആ പ്രൊജക്റ്റിൻ്റെ എന്തൊക്കെയാണോ അതിൻ്റെ സ്റ്റെപ്സ്, ആ സ്റ്റെപ്സിലൂടെ കുട്ടി അറിവിനെ സ്വീകരിച്ചു കൊണ്ടുവരിക. ദെൻ നെക്സ്റ്റ് ഈസ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ്. അത് ജോൺ ഡൂയി പ്രപ്പോസ് ചെയ്തതാണ്. ആൻഡ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ് മീൻസ് ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം, ഡിഫൈനിങ് ദ പ്രോബ്ലം, ദെൻ അനലൈസിങ്, ദെൻ ഡാറ്റ കളക്ഷൻ, ദെൻ അനലൈസിങ് ദാറ്റ്, ആ സ്റ്റെപ്സ് തന്നെ ഇവിടെയും പറയുക. സോ ഹിയർ പ്രോബ്ലം ഈസ് ഐഡൻറ്റിഫൈഡ്, പ്രോബ്ലം സൊല്യൂഷൻസ് ആർ ഐഡൻറ്റിഫൈഡ്, എക്സാമിൻ ആൻഡ് ഇവാലുവേറ്റ് ദ പോസിബിൾ സിറ്റുവേഷൻ ആൻഡ് ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് യുവർ സൊല്യൂഷൻ. നിങ്ങൾ ഒരുപക്ഷെ ആക്ഷൻ റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്നുള്ളത്. സോ അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു ഒഫീഷ്യൽ പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ നമ്മൾ അല്ലാത്ത രീതിയിൽ ചെയ്യുന്നത്, ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ഒരു പ്രശ്നം നമുക്കുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ വൃത്തിയായിട്ട് നോക്കി ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ പ്രോബബിൾ ഡെഫിനിഷൻ, ദ സൊല്യൂഷൻസ് എന്തൊക്കെയെന്ന് ഡിഫൈൻ ചെയ്യുക, അതിൽ നിന്നും നല്ല സൊല്യൂഷൻ ഏതെന്നുള്ളത് കുട്ടി കണ്ടുപിടിച്ച് അത് അപ്ലൈ ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്യുക. നല്ലതാണെങ്കിൽ ആ വഴിക്ക് പോകുക, അത് പാഴ്ചയായിട്ട് പോകുന്നതാണെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്തിട്ട് അടുത്ത പ്രോബബിൾ സൊല്യൂഷനിലേക്ക് പോകുക. അതല്ലാതെ ഇപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് TV കിട്ടിയില്ല, നമുക്ക് വിക്ടേഴ്സ് ചാനൽ കിട്ടിയില്ല, നെറ്റ് ഇല്ല എന്നും പറഞ്ഞ് പോയി ആത്മഹത്യ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതിനുള്ള പ്രോബബിൾ സൊല്യൂഷൻ എന്തെന്ന് നോക്കി അങ്ങനെ ജീവിതത്തെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകലാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ പ്രാഗ്മാറ്റിസം ആൻഡ് കരിക്കുലം എടുക്കുകയാണെങ്കിൽ കരിക്കുലം ഇതേ രീതിയിൽ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഉള്ള കാര്യങ്ങൾ മാത്രം കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്താൽ മതി. അനാവശ്യമായിട്ട് കുട്ടി എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കേണ്ട കാര്യമില്ല. കുട്ടിയുടെ ഇൻട്രസ്റ്റിനെ എറോസ് ചെയ്യുന്ന കാര്യങ്ങൾ, ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റ് മസ്റ്റ് ബി ടേക്കൺ ദെൻ പ്രിൻസിപ്പിൾ ഓഫ് എക്സ്പീരിയൻസ്, ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ വർക്കിനും ആക്ടിവിറ്റിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ലേണിംഗ് ബൈ ഡൂയിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കോറിലേഷൻ മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ കരിക്കുലം, ദാറ്റ് ഈസ് സബ്ജക്ട്സ് തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അതാണ് നിങ്ങൾ 8ാം ക്ലാസ്സിൽ ലെൻസ് പഠിക്കുമ്പോൾ അതിനോടൊപ്പം ബയോളജിയിൽ എന്ത് പഠിക്കുന്നുണ്ട്, കണ്ണും അതിൻ്റെ വർക്കിങ്ങും പഠിക്കുന്നുണ്ട്. സോ അങ്ങനെ കോറിലേറ്റ് ചെയ്തേ നമ്മൾ കരിക്കുലം എപ്പോഴും പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് പ്രാഗ്മാറ്റിസം ആൻഡ് ടീച്ചർ എടുക്കുകയാണെങ്കിൽ, ടീച്ചർ ഈസ് എ പ്രാക്ടിക്കൽ ടീച്ചർ ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ടീച്ചർ ഈസ് ടു ഗൈഡ് ദ ചിൽഡ്രൻ. കുട്ടികളെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ടീച്ചർ വളരെ പ്രാക്ടിക്കലായിരിക്കണം, ട്രെയിൻഡ് ആൻഡ് എഫിഷ്യൻറ്റ് മാൻ ആയിരിക്കണം, വളരെ ഓപ്പൺ മൈൻഡ്, പേഷ്യൻ്റ് ആയിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഓരോ ഇതും എക്സ്പെരിമെൻ്റിൽ തെറ്റായിട്ട് വരാം, പിന്നെ അതിനെ മാറ്റിയെടുക്കാം. പിന്നെ സോഷ്യൽ ഇൻട്രസ്റ്റിനെ, ആറ്റിറ്റ്യൂഡ്സിനെ, ഹാബിറ്റ്സിനെയൊക്കെ കൊണ്ടുവരുന്ന ഒരാളായിരിക്കണം. ദെൻ പ്രാഗ്മാറ്റിസം ആൻഡ് ഡിസിപ്ലിൻ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം ടീച്ചർ? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിലൂടെ അവൻ ആർജിച്ചെടുക്കുന്ന ഒരു ഡിസിപ്ലിനെ അവിടെ വരുന്നുള്ളൂ. ബാക്കി അവന് ഫ്രീഡമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റേണലായിട്ട് ഒരു അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അവാർഡിലൂടെയോ പണിഷ്മെൻറ്റിലൂടെയോ ഉള്ള ഡിസിപ്ലിൻ പാടില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഹിയർ ദേ അഡ്വക്കേറ്റ് സോഷ്യൽ ഡിസിപ്ലിൻ ബേസ്ഡ് അപ്പോൺ ദ ചൈൽഡ്സ് ഇൻട്രസ്റ്റ്, ആക്ടിവിറ്റീസ് ആൻഡ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. കുട്ടിക്ക് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക, സോഷ്യൽ റോൾസ് കൊടുക്കുക. സ്വാഭാവികമായിട്ടും ആ റോൾ അവൻ ചെയ്തു വരുമ്പോൾ സോഷ്യലൈസ്ഡ് ആക്ടിവിറ്റീസിലൂടെ അവൻ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിക്കോളും എന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് സ്കൂൾ എന്ന് പറയുന്നത് കുട്ടിയുടെ കഴിവിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. നെക്സ്റ്റ് ഈസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് പ്രാഗ്മാറ്റിസം. എന്താണ്? ചൈൽഡ് സെൻറ്റേർഡ് ആക്കി മാറ്റി, ആദ്യമായിട്ട് ആക്ടിവിറ്റി സെൻറ്റേർഡ് ആക്കി മാറ്റി. പ്രോജക്റ്റ് മെത്തേഡ്, പ്രോബ്ലം സോൾവിങ് മെത്തേഡ് പോലെ നല്ല നല്ല മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് വന്നത് പ്രാഗ്മാറ്റിക്സ് ഫിലോസഫിയുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് പറയാം. ഒരു ഡെമോക്രാറ്റിക് ഔട്ട്ലുക്ക് കൊണ്ടുവന്നു. സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് വന്നപ്പോൾ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നു. ആൻഡ് ദിസ് സൊസൈറ്റി ഈസ് എ മിനിയേച്ചർ ഓഫ് ദി സൊസൈറ്റി. യൂട്ടിലിറ്റേറിയൻ ഔട്ട്ലുക്ക് കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു ഗുണമാണ്. ലിമിറ്റേഷൻ എന്തെന്ന് ചോദിച്ചാൽ
ഈ പറഞ്ഞ പോലെ പ്രീ ഡിറ്റർമൈൻഡ് ട്രൂത്തിനെ നമുക്ക് മുഴുവനായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഫിക്സ്ഡ് എയിംസ് എന്ന് ഇവർ കാര്യമായിട്ട് പറഞ്ഞില്ല. മറ്റൊരു സെൽഫ് റിയലൈസേഷൻ, സെൽഫ് പ്രിസർവേഷൻ എന്നൊക്കെ പറഞ്ഞ മാതിരി ഇവർ കൃത്യമായിട്ടൊരു എയിം കാര്യമായിട്ട് പറഞ്ഞില്ല. പിന്നെ സ്പിരിച്വൽ വാല്യൂസിന് ഒട്ടും വില കൽപ്പിക്കാതെ പോയി, വാല്യൂസിന് യാതൊരു വില കൽപ്പിക്കാതെ പോയി, അതെന്തെന്നുള്ളൊരു ഉത്തരം പോലും വൃത്തിയായിട്ട് പറയാതെ പോയി. ദെൻ ഹ്യൂമനിസ്റ്റിക് നമുക്ക് മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ശാസ്ത്രത്തിൻ്റെ പുറകെ പോകാൻ പറ്റുന്നില്ല. ഹ്യൂമനിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസിന് യാതൊരു പ്രാധാന്യവും നൽകിയില്ല. ആൻഡ് ദേ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു എക്സ്പെരിമെൻറ്റിസം ആൻഡ് വിച്ച് വിൽ റിസൾട്ട് ഇൻ ദ ലാക്ക് ഓഫ് പർപ്പസ് ഇൻ എഡ്യൂക്കേഷൻ. നിങ്ങൾ പഠിക്കേണ്ട എല്ലാം എക്സ്പെരിമെൻറ്റിലൂടെ അറിയുമെന്ന് പറയുമ്പോൾ അത് അത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ഒന്നുമല്ല. വാല്യൂസിന് വേണ്ട ഇമ്പോർട്ടൻസ് നൽകിയില്ല. ഓവർ എംഫസിസ് ദേ ഗേവ് ഫോർ പ്രോജക്റ്റ് മെത്തേഡ്. അതൊക്കെ ഇതിൻ്റെ ഒരു പാഴ്ചയായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ മാത്രമല്ല, അറിവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് അറിവ് കുറേ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ അറിവുകളുണ്ട്. നമ്മൾ പരമ്പരാഗതമായിട്ട് കൈമാറി ഋഷിവര്യന്മാരിൽ നിന്ന് വന്ന് കൈമാറി വന്ന അറിവുകൾ. ആ അറിവുകളെയൊക്കെ പാടെ നിഷേധിച്ചിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ അറിയുന്ന മാത്രമേ അറിവായിട്ട് പറയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ജന്മം കൊണ്ട് ആർജിച്ചെടുത്ത അറിവ് മാത്രമേ അവന് കിട്ടുള്ളൂ. തലമുറകളുടെ അറിവ് അവിടെ നഷ്ടപ്പെടുകയാണ്. സോ ഇതൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ പാഴ്ചകളായിട്ട് നമുക്ക് പറയാൻ പറ്റും. So thank you.